ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത വീട്ടിലെ തന്നെയാണ്. പക്ഷേ ഇന്നലെ പോയില്ല. ഇന്നലെ ചേട്ടൻ പോയിട്ടോ നമുക്ക് പകരം. അപ്പം ഞാനും കല്ലും ലൂയിക്കുട്ടനും കൂടെയാണ് പോകുന്നത്. ലൂയിക്കുട്ടൻ ഓൾറെഡി ഒരുക്കിയൊക്കെ ഇരുത്തിട്ടോ. അപ്പോൾ പോകാൻ നേരത്ത് നല്ല വെയിലുണ്ടായിരുന്നു. നേരത്തെ പോകണമെന്ന് വെച്ചിട്ടുണ്ടോ. പക്ഷേ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ ഒരുവിധമൊക്കെയാണ് ഞങ്ങൾ പോയത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കല്യാണം ഓടിച്ചത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ കല്യാണം നടന്ന ഹാളിൽ തന്നെയാണ് കേട്ടോ കല്യാണം. അപ്പോൾ നമുക്ക് വലിയ ദൂരമൊന്നുമില്ല. പോയിട്ട് ജസ്റ്റ് ഫുഡ് കഴിച്ച് വരാവുന്നുള്ളൂ കേട്ടോ. എവിടെ പോകുമ്പോഴും നമ്മുടെ ഒപ്പം ലൂയിക്കുട്ടിൻ്റെ വെള്ളം കുപ്പി ഉണ്ടാവും കേട്ടോ. ഇതൊരു മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. ലൂയിക്ക് വേറെ ഗ്ലാസ്സിൽ നിന്നൊക്കെ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ആ ഗ്ലാസ്സൊക്കെ പേപ്പർ ഗ്ലാസ്സൊക്കെ അടിച്ച് കീറും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ഈ ഒരു സാധനം കൊണ്ടു നടക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്ട്രോ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഞാൻ സ്ട്രോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ വെള്ളം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം എടുത്തിട്ട് കൈ പിടിച്ചിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപാട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. സദ്യയാണ് ആദ്യം കഴിക്കുന്നത് വിചാരിച്ചത്. പക്ഷേ അവിടെ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ കല്യാണ പെണ്ണിനൊക്കെ കാണാൻ വന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചേച്ചിനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിനായിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നു. ചേച്ചിയുടെ കൂടെ പഠിച്ച കൂട്ടുകാരത്തിൻ്റെ മോളാണിത്. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ സദ്യ ആയിരുന്നു കേട്ടോ. സദ്യയാണ്. അപ്പം കുറേ നാളായിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ എന്തായാലും സദ്യ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ പോയത് തന്നെ. വിളമ്പാനൊക്കെ ചേച്ചിമാരൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ കറികളുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. എനിക്ക് ഇഞ്ചിക്കറി നല്ല ഇഷ്ടം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിലൊരു കറി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അത് കുമ്പളങ്ങയാണെന്ന്. കുമ്പളങ്ങ കറി അതെനിക്ക് ഇഷ്ടമാണ്. നല്ല മധുരമൊക്കെയാണ്. അപ്പോൾ ഞാൻ ലൂയിക്കുട്ടന് ഓൾറെഡി അത് കൊടുക്കാമെന്നൊക്കെ കേട്ടോ വിചാരിക്കുന്നത്. എനിക്ക് അതേപോലെ തന്നെ ഈ സദ്യയിൽ മോര് രസം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷെ ഞാൻ വാങ്ങാറില്ല. ആ ഒരു സമയം അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി. പിന്നെ വലിയ കാര്യപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ ഉച്ചയായതുകൊണ്ട് തന്നെ നേരെ പോകുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം അറിയുന്നവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് എല്ലാവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ലൂയിക്കുട്ടിൻ്റെ ഫുഡ് അടിയൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം വലിയ ഫുഡ് അടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് ഓൾറെഡി ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ കിട്ടി കൊടുക്കണം. എന്നാലേ ലൂയിക്കുട്ടിൻ്റെ വയറ് നിറയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഉച്ചയായതുകൊണ്ട് തന്നെ നേരെ കിടന്ന് ഉറങ്ങും കേട്ടോ കുറേ നേരം ലൂയിക്കുട്ടിനായിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.